ക്രിക്കറ്റ് അങ്ങനെ ഇരുന്ന് കാണില്ല. ഫുട്ബോൾ നമ്മൾ ഇരുന്ന് ത്രൂ ഔട്ട് കാണും. അടുത്ത കളി ഉണ്ടെങ്കിൽ അങ്ങനെയും കണ്ടിരുന്നു. പക്ഷെ ഈ വർഷം നമുക്ക് ജോലി മാറിപ്പോയി. അപ്പൊ അതിനുള്ള സമയം കിട്ടുന്നില്ല, അതിനുള്ള മനസ്സമാധാനവും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങ് വിട്ടു. അല്ല, എനിക്കെപ്പോഴും പോർച്ചുഗൽ, ഫ്രാൻസ്, ജർമ്മനി അങ്ങനെ അത് പക്ഷെ അതിനൊരു ന്യായവും ഇല്ല. കാരണം എല്ലാ ടീമിലും ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ചില ടീമുകൾ നമ്മളുടെ ഇഷ്ടക്കാരാവുമ്പോൾ ആ ഇഷ്ടത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ മറ്റ് ടീമുകളിൽ പുതുമുഖങ്ങൾ വന്നിട്ടുണ്ടാവും, പുതിയ ഫുട്ബോൾ കളിക്കുന്നവരുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ഷിഫ്റ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യക്ക് എപ്പോഴാണ് ഈ ഫുട്ബോൾ ലോകകപ്പ് ചെയ്ത് കുറച്ചുകൂടി നന്നായി ചേർത്ത് അടിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുക? അതിനുള്ള സാധ്യതകൾ ഞാൻ വിചാരിച്ചത് 26 അത് സംഭവിക്കുന്നതാണ്. 2010-ലും 2014-ലും ഒക്കെ വിചാരിച്ചത് അങ്ങനെയാണ്. പക്ഷെ അത് എത്തിയില്ല. ഇതെല്ലാം നമ്മുടെ സ്വപ്നങ്ങളും നമ്മൾ അതിനുവേണ്ടി ആ സ്വപ്നം ആരെങ്കിലുമൊക്കെ പങ്കുവെക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികളല്ല, ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ യഥാർത്ഥ ഫുട്ബോളേഴ്സ് വളർന്നു വരും. അവർക്കുള്ള ഉത്തേജകമായി മാറും അത്. അങ്ങനെ ടീം ഉണ്ടായി വരണം. നമുക്ക് അങ്ങനെ ഒരു ഫുട്ബോൾ ടീം എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്ന സാഹചര്യമുണ്ട്. അത് അടുത്ത തവണ ഇല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ അത് സാധ്യമാകും എന്ന് വിചാരിക്കാം. വീട്ടില് മാധവിന്റെ ഒക്കെ ഒരു ആവേശത്തോടെയുണ്ട്. ഇപ്രാവശ്യം എനിക്ക് ആ ആവേശവും കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ വീട്ടിലില്ല. ഈ കുട്ടികളോട് ഇപ്പൊ കിക്കൊക്കെ ചെയ്യുമ്പോ എന്താണ് ആ ഒരു ഫീലിംഗ്? അല്ല, നമുക്കിത് ഞാൻ പറയുന്ന 11സോ 7സോ എന്ന് പറയുന്നതിനപ്പുറം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പന്ത് വെച്ച് ഇത്രയും കുഞ്ഞുങ്ങൾ പ്രായം ഒന്നും ഒരു വേർതിരിവും ഇല്ലാതെ അവര് അല്ല, അപ്പൊ ഞാൻ ഒന്ന് നിർത്തട്ടെ. അതെ. അപ്പോ പിന്നെ കുട്ടികളെല്ലാം കൂടി ഒറ്റ പന്തിന്റെ പിന്നാലെ ഓടി കളിക്കണം എന്നുള്ള ഒരു കാഴ്ചയൊന്ന് കാണണം. അതിനാണ് വന്നത്. ഓക്കെ.